നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ കനത്ത മഴ തുടരുമെന്ന മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ കാറ്റോടുകൂടിയ മഴ വ്യാഴാഴ്ച വരെ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത അതിശക്തമായ മഴയിൽ മക്കയിലെ വിവിധ തെരുവുകളിൽ വെള്ളം ഉയർന്ന് ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ മക്കയിലെ നിരവധി തെരുവുകൾ വെള്ളത്തിനടിയിലായി. ഇതുമൂലം ഗതാഗത തടസ്സമുണ്ടായതായും ചില വാഹനങ്ങൾക്ക് തകരാർ സംഭവിച്ചതായും ദുരന്ത നിവാരണ കേന്ദ്രം അറിയിച്ചു. ഒഴുക്കിൽപ്പെട്ട കാറിലെ യാത്രക്കാരെ സിവിൽ ഡിഫൻസ് വിഭാഗം രക്ഷപ്പെടുത്തി. നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ കുടുങ്ങി. മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ അടിപ്പാതകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മഴക്കെടുതി നേരിടാൻ ശക്തമായ നടപടികളാണ് അധികൃതർ സ്വീകരിച്ചു വരുന്നത്. ജിദ്ദയുൾപ്പെടെ സൗദി അറേബ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ അനുഭവപ്പെടുകയാണ്. ജനങ്ങൾ വീടുകളിൽ കഴിയാൻ അധികൃതർ അഭ്യർത്ഥിച്ചു. ഞായറാഴ്ച രാത്രിയോടെയാണ് ജിദ്ദയിൽ മഴ ആരംഭിച്ചത്. പലയിടത്തും മഴ തുടരുകയാണ്. വ്യാഴാഴ്ചയോടെ രാജ്യത്ത് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നും നേരത്തെ തന്നെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജിദ്ദയിലും പരിസരങ്ങളിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുകയും മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. താഴ്വരകളിൽ നിന്നും വെള്ളക്കെട്ടുകളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും സിവിൽ ഡിഫൻസ് വിഭാഗം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. കൂടാതെ എല്ലാ പൗരന്മാരോടും താമസക്കാരോടും അവരവരുടെ വീടുകളിൽ തന്നെ കഴിയണമെന്നും മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ പുറത്തിറങ്ങരുതെന്നും മക്ക മേഖല ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്റർ അറിയിച്ചു. ദൂരക്കാഴ്ച കുറയുന്നതിലേക്കും ഉയർന്ന കടൽ തിരമാലകളിലേക്കും നയിക്കുന്ന ശക്തമായ കാറ്റും ഉണ്ടാകും. അതുപോലെ യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് യാത്രാ സമയം ഉറപ്പുവരുത്തണമെന്ന് എയർപോർട്ട് അധികൃതർ ആവശ്യപ്പെട്ടു. ജിദ്ദ വിമാനത്താവളം വഴിയുള്ള യാത്രക്കാർ യാത്രയ്ക്ക് മുൻപ് ശ്രദ്ധ ചെലുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നു മുതൽ 3 ദിവസത്തേക്ക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് ഷെഡ്യൂളുകൾ ഉറപ്പുവരുത്തണമെന്ന് ജിദ്ദ വിമാനത്താവള അധികൃതർ യാത്രക്കാരോട് ആവശ്യപ്പെട്ടു. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഇതെന്ന് ജിദ്ദ വിമാനത്താവള അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. അതുപോലെ സൗദിയിൽ കനത്ത മഴ തുടരുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെ പകർച്ചപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കാൻ സൗദി ആരോഗ്യ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. രാജ്യത്ത് പകർച്ചപ്പനി ബാധിതരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഗണ്യമായ വർധനവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. സീസണൽ ഇൻഫ്ലുവൻസ ബാധിച്ച് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ എണ്ണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദുൽ അലി പറഞ്ഞു. ഇൻഫ്ലുവൻസ വൈറസിനെ നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഫ്ലൂ വാക്സിൻ എടുക്കുക എന്നത്. അതോടൊപ്പം ഫേസ് മാസ്ക് ധരിക്കുന്നതും രോഗം പകരാതിരിക്കാനുള്ള പ്രധാന പ്രതിരോധ മാർഗമാണെന്നും അദ്ദേഹം അറിയിച്ചു. വാക്സിനേഷൻ ഈ രോഗത്തിന്റെ അണുബാധയെ 70 മുതൽ 90% വരെയാണ് തടയുന്നതെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.